ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ ഗെയിം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഫുട്ബോൾ. മറ്റു ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ സോക്കർ, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാൽപന്ത് കളി. സോ എന്തുകൊണ്ട് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം ഇത്രയ്ക്ക് പോപ്പുലറായി എന്നുള്ളതാണ് TFNB സ്റ്റോറീസിന്റെ ഈ പുതിയ ജേർണിയിൽ ആദ്യത്തെ വീഡിയോ ആയി നമ്മൾ സംസാരിക്കുന്നത്. ഫിഫയാണ് ഫുട്ബോളിന്റെ ഒഫീഷ്യൽ ഫെഡറേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. 1904 സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു അസോസിയേഷനിൽ 211 നേഷൻസ് ആണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഓർക്കുക, UN മെമ്പേഴ്സിന്റെ എണ്ണം പോലും 193 ആണ്. ഏതായാലും പറഞ്ഞു വന്ന വിഷയം ഇതല്ല. അതിനു മുമ്പ് നമുക്ക് ഫുട്ബോളിന്റെ ഒരു ചരിത്രം കൂടിയൊന്ന് പരിശോധിക്കാം. പ്രാചീന ചൈനയിലാണ് ആദ്യ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയത് എന്നൊക്കെ ഉള്ളത് പറയപ്പെടുന്നു. പിന്നീട് പ്രാചീന ജപ്പാനിലും അല്ലെങ്കിൽ ഗ്രീസിലും പലയിടങ്ങളിലും ഫുട്ബോളിന് സമാനമായിട്ടുള്ള ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രാചീന കാലത്ത് പല രാജ്യങ്ങളിലും കളിച്ചതുകൊണ്ടല്ല ഇത് പോപ്പുലർ എന്നുള്ള നിലയിലേക്ക് വന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് പല രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലും ഫുട്ബോൾ പോലെ ഒരു ഗെയിം കളിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ കാരണം ഇതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. വളരെ ഈസി ആയിട്ടൊരു പന്തുണ്ടെങ്കിൽ എല്ലാവർക്കും കളിക്കാൻ കഴിയുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. മാത്രമല്ല നല്ലൊരു വ്യായാമം കൂടിയാണിത്. കാരണം പ്രാചീന കാലത്ത് പല സൈനികരും ഈ ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിം കളിച്ചത് ഒരു വ്യായാമം എന്ന നിലയ്ക്കാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പ്രസന്റിൽ ക്രിക്കറ്റ്, ടെന്നീസ്, ഗോൾഫ് പോലെയുള്ള ഗെയിമുകൾ എടുത്തു കഴിഞ്ഞാലും ഏത് സ്ഥലത്തും അത് കളിക്കാൻ കഴിയണമെന്നില്ല. അതുപോലെ അതിൻ്റെ ഉപകരണങ്ങൾ ആവശ്യമാണ്. അതുപോലെ ഏതൊരാൾക്കും പെട്ടെന്ന് കളിച്ചു തുടങ്ങാൻ പറ്റുന്ന ഗെയിമുകളും അല്ല ഇതൊന്നും. ക്രിക്കറ്റ് നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ സുപരിചിതമായതുകൊണ്ട് പെട്ടെന്ന് കളിച്ചുകൂടെയെന്ന് തോന്നും. പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്ക് ആളുകളെ എടുത്തു നോക്കുമ്പോൾ അത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു ഗെയിം തന്നെയായിരിക്കും. ഫുട്ബോളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ബോൾ ഉണ്ടെങ്കിൽ ഒരു പുൽമൈതാനത്തോ റോഡിലോ ബീച്ചിലോ വീട്ടിലോ എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. അത് പറയുമ്പോൾ ചില സമയത്ത് ഫുട്ബോൾ തന്നെ വേണമെന്നില്ല. നമുക്കൊരു കുപ്പി കിട്ടിയാലോ കല്ല് കിട്ടിയാലോ ഒക്കെ അതിൽ തട്ടി ഗെയിം കളിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി പ്രാചീന കാലത്തേക്ക് പോകാം. ആദ്യകാലങ്ങളിൽ കല്ല് തട്ടിയാണ് ഫുട്ബോൾ കളിച്ചതായിട്ട് പറയപ്പെടുന്നത്. പിന്നീട് ഇലകൾ കൊണ്ട് പന്തുണ്ടാക്കി, തുണികൾ കൊണ്ട് പന്തുണ്ടാക്കി, മൃഗങ്ങളുടെ തോല് കൊണ്ടും റബ്ബർ കൊണ്ടുമൊക്കെ പന്തുണ്ടാക്കി. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫുട്ബോളിന്റെ ഒരു രൂപത്തിലേക്കുള്ള ഒരു പരിണാമം സംഭവിക്കുന്നത്. അതുപോലെ ഏത് സാഹചര്യത്തിലും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ക്രിക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മഴയുടെ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ പിന്നീട് കളിക്കാൻ സാധിക്കില്ല. പക്ഷേ ഫുട്ബോളിൻ്റെ കാര്യം അങ്ങനെയല്ല. ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും കളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വലിയ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വലിയ ഇടിമിന്നലോ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഫുട്ബോൾ കളിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഇപ്പോൾ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവിടെ ഫുട്ബോൾ കളിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏത് ക്ലൈമറ്റിനും പറ്റിയിട്ടുള്ളൊരു ഗെയിമാണ് ഫുട്ബോൾ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി നമുക്ക് ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ഫുട്ബോളിൻ്റെ ഒരു ആരാധക പിന്തുണ എന്ന് പറയുന്നത് 4 ബില്യൺ ആണ്. എന്നാൽ ക്രിക്കറ്റിൻ്റെ ഒരു ആരാധക പിന്തുണ 2ാം സ്ഥാനത്താണ്. അവർക്ക് 2 ബില്യൺ ആരാധകരുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാൻ ക്രിക്കറ്റിനെ കുറച്ചൊന്നും കാണുകയല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ കളിക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 3 രാജ്യങ്ങളുടെ പേരുകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ നമുക്ക് ഇവരെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞൊരു 2 ബില്യൻ്റെ കണക്ക് വരാനൊരു കാരണമാകുന്നത്. ഇപ്പോൾ ക്രിക്കറ്റൊക്കെ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരുവിധം എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തപ്പെട്ട അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ കളിക്കുന്ന ഒരു ഗെയിമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോപ്പുലാരിറ്റിയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ ഈ ഒരു നേർപകുതിയാണ് എന്നൊക്കെ പറയുമെങ്കിലും അതിനേക്കാൾ വലുതാണ് ഫുട്ബോളിൻ്റെ ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുട്ബോളിന് ഇത്രയും പോപ്പുലർ ആക്കാൻ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിം അല്ല എന്നുള്ളതാണ്. അതായത് ആദ്യമായിട്ടൊരു മത്സരം കാണുന്ന ഒരാൾക്ക് പോലും ഈ ഒരു മത്സരം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം 2 ടീമുകൾ കളിക്കുന്നു, ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന ടീം വിജയിക്കുന്നു എന്നുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫുട്ബോളിനുള്ളത്. പക്ഷേ
ക്രിക്കറ്റ് ആണെങ്കിലും ബേസ്ബോൾ ആണെങ്കിലും ഗോൾഫ് ആണെങ്കിലും ഒക്കെ ഇതിനകത്തൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ഇന്ത്യക്കാർക്ക് വളരെ ഫെമിലിയർ ആയതുകൊണ്ട് ആ പ്രശ്നമില്ല. പക്ഷേ പല പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് കാര്യം എടുക്കുമ്പോഴത്തേക്കും അവർക്ക് ക്രിക്കറ്റ് എന്ന് പറയുന്ന അതിൻ്റെ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഇപ്പം നമുക്ക് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബേസ്ബോൾ അമേരിക്കയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. പക്ഷേ അതിൻ്റെ നിയമവശങ്ങളോ കാര്യങ്ങളോ ഒന്നും പല ആളുകൾക്കും ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ ഫുട്ബോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 90 മിനിറ്റുള്ള ഒരു ഗെയിം മാത്രമാണ്, വളരെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ്. പിന്നെ ഈ ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം ഗെയിമാണ്, അതായത് 11 പേരും ഒരേപോലെ ഒരേ സമയം കളിക്കേണ്ട ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഒരേ മനസ്സോടെ കളിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ടീം സ്പിരിറ്റ് വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാകും. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ പോലും നമുക്കൊരു ഫുട്ബോൾ ടീമിനെ വർണ്ണിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് പ്രാചീന മനുഷ്യരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ അല്ലെങ്കിൽ മനുഷ്യർ ഇത് റിലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഈ ഒരു 90 മിനിറ്റിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യം ഈ ഒരു ഫുട്ബോളിലുണ്ട് എന്നുള്ളതാണ്. എപ്പം വേണമെങ്കിലും കളി മാറി മറിയാമെന്ന് പറയുന്നൊരു പോസിബിലിറ്റിയും അവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ സക്സസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഫുട്ബോളിൻ്റെ കാര്യം എടുത്താലും ഗോൾ ഓറിയൻറ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ടീമായിരിക്കും വിജയിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും ഗോൾസ് എന്ന് പറയുന്നൊരു കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഫുട്ബോളിലുള്ളത്. സിംപ്ലിസിറ്റി, റിലേറ്റബിലിറ്റി, ഈ 2 ഫാക്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിനെ ഇത്രയും പോപ്പുലർ ആക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് പരത്തി പറഞ്ഞതാണ് നിങ്ങൾ ഈ വീഡിയോയിലുടനീളം കേട്ടത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഇങ്ങനെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സുമായിട്ട് നമ്മുടെ TFNB സ്റ്റോറീസിൽ ഇനിയും നമുക്ക് കാണാം. അപ്പം ബൈ.